ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्र प्रचोदयात्। 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 ॐ तत्पुरुषाय നമസ്കാരം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന പരബ്രഹ്മമൂർത്തിയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം നീളുകയാണ്. അകവൂർ ചാത്തൻ്റെയും അതുപോലെ തന്നെ വിക്രമാദിത്യ കാലഘട്ടം മുതലുള്ള ചരിത്രം ഈ ക്ഷേത്രത്തിന് ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനായി ക്ഷേത്രത്തിൻ്റെ ആൽത്തറകളിലേക്ക് പോകാം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ സന്നിധി വ്യത്യസ്തത കൊണ്ടും ഉത്സവ സവിശേഷത കൊണ്ടും ഭക്തജന പിന്തുണ കൊണ്ടും അതിപ്രസക്തമാണ്. അമ്പലമില്ലാത്ത, ശ്രീകോവിലോ ചുറ്റുമതിലോ താന്ത്രിക നിബന്ധനകളും ഒന്നുമില്ലാത്ത ആൽത്തറകളിൽ അമരുന്ന പരബ്രഹ്മമൂർത്തിയെ വണങ്ങി ആത്മമഹർഷത്തോടെ മടങ്ങുന്ന ഭക്ത സഹസ്രങ്ങൾ. I talk now about the last experience. I was here 18 years ago. Yes, it was a long time ago, and I remember that there was not, this building was not there, I think. So many structures I see here now, they haven't been there then. It was quite wild. It was an open space and just a tree, and very spiritual place for my feeling. And it was touching me a lot because I had the feeling it was about something spiritual beyond one religion. It was about a universal kind of spirituality, and that was moving me very much. And that's the reason why I'm here today with my daughter to show her the place. So thank you, India, for showing us this. ഓച്ചിറ അത്തരമൊരു ശൈവ സമ്പ്രദായമല്ലെങ്കിലും ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന പരബ്രഹ്മം എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായിരിക്കുന്ന സങ്കല്പം കൊണ്ട് പവിത്രവും അതേപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ് ഈ ഓച്ചിറ എന്നതിനാൽ ഇവിടുത്തെ ഈ സമ്പ്രദായം വളരെയധികം കേരളത്തിൽ നമുക്ക് അറിയാം, വേദ അധിഷ്ഠിതമായിരിക്കുന്ന യോഗ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അത്തരം ആരാധന നടക്കുന്ന ഇടങ്ങളും വളരെ അപൂർവമാണ്, അല്ലെങ്കിൽ തന്നെ തീരെ തന്നെ ഇല്ല. അപ്പോൾ അതാണ് ഓച്ചിറയുടെ ഒരു പ്രാധാന്യം. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതാണ്ട് 100 ഏക്കറിനോടടുത്ത് വ്യാപിച്ച് കിടന്ന വിശാലമായിരിക്കുന്നൊരു പ്രദേശം. അപ്പോൾ ആ പ്രദേശത്ത് ഒട്ടനവധി മഹായോഗികൾ തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ്. അപ്പോൾ ആ യോഗ സംസ്കാരത്തിൻ്റെ മണ്ണാണ് ശരിക്കും ഓച്ചിറ എന്ന് പറയുന്നത്. ഇവിടെ ഒട്ടനവധി മഹാഗുരുക്കന്മാർ സമാധിയായ ഇടമാണ്. അത്തരം സമാധികളുടെ ഒരു വലിയ ഒരു സ്ഥാനമാണ് ഓച്ചിറ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വലിയ യോഗശക്തി ഈ ഓച്ചിറയുടെ മണ്ണിൽ നമുക്ക് അനുഭവിച്ച് അറിയാൻ കഴിയും. സാധാരണഗതിയിൽ എല്ലാ ആൾക്കാരും അവർക്ക് എന്തെങ്കിലും രോഗമുക്തിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഈ ഓച്ചിറയുടെ മണ്ണിൽ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വലം വയ്ക്കാറുണ്ട്. പ്രതിഷ്ഠയും പൂജാവിധികളുമില്ലാത്ത പുണ്യപുരാതന പരബ്രഹ്മ ഭൂമിയിൽ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉത്സവ മാമാങ്കങ്ങളാണ് അരങ്ങേറുന്നത്. വൃശ്ചികം 1 ആരംഭിക്കുന്നതും 12 വിളക്കിന് അവസാനിക്കുന്നതുമായ വൃശ്ചിക മഹോത്സവം ജനസാഗരങ്ങളായി മാറും ഓച്ചിറ പടനിലത്ത്. പൂജാകാരി ഇവിടെ പാരമ്പര്യമായിട്ട് ഉള്ള പൂജാരികൾ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ അതിൻ്റെ
തലമുറ മാറി 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 ഇങ്ങനെ വരുന്നത്. അതാണ് പൂജാതി കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തും അങ്ങനെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരാണ്, തിരുമേനിമാരല്ല. അത് പിന്നെ ഓച്ചിറ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് താന്ത്രിക വിധിപ്രകാരമുള്ള പ്രതിഷ്ഠയില്ല. ഇല്ല, മറ്റേത് ഒരുപാട് താന്ത്രിക വിധിപ്രകാരം എല്ലാം സ്ഥാപിച്ച് അവിടുന്ന് കെട്ടി പൊക്കി 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 ഓരോ സ്റ്റെപ്പ് പൂജകൾ ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ മേളിലാണ് വിഗ്രഹം അവസാനം വെക്കുന്നത്. ആ വിധി അനുസരിച്ചുള്ള ഇതില്ല. അതിന് പിന്നെ മന്ത്രവും കർമ്മങ്ങളും എല്ലാം അങ്ങനെ. ഇവിടെ അങ്ങനെ ഇന്ന മന്ത്രം ചെല്ലണമെന്നുമില്ല. ആ അതാ താന്ത്രിക വിധിപ്രകാരം എന്ന് പറഞ്ഞത്. ഇപ്പം അതില്ല. ഇവിടെ ആർക്കും ചെയ്യാം. എന്ത് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നു അതനുസരിച്ചുള്ള കർമ്മം ചെയ്യുന്നു. അതിനുള്ള ഫലമുണ്ട്. 36 ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഓച്ചിറയിൽ മിഥുനം 1 ആരംഭിക്കുന്ന ഓച്ചിറക്കളി എന്ന ചരിത്രപരമായ ഒരു മഹോത്സവം അരങ്ങേറുന്നുണ്ട്. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിൽ നിന്നായി ഏകദേശം 3000-ലേറെ രണവീരന്മാർ പടനിലത്ത് അംഗം വിട്ടു. തലപ്പാവ്, പടച്ചട്ട, വാൾ, പരിച എന്നിവയുമായി പ്രതീകാത്മകമായി പടവിട്ടു. ഓച്ചിറക്കളിയിലെ പടയാളികൾ 1 മാസക്കാലം വ്രതം നോറ്റാണ് വിവിധ കളറുകളിൽ നിന്ന് കളരി ആശാന്മാരോടൊപ്പം പടനിലത്തെത്തുന്നത്. രാജഭരണകാലത്ത് കായംകുളം വേണാട് രാജാക്കന്മാർ ഏറ്റുമുട്ടിയിരുന്നത് ഓച്ചിറയിൽ എന്നത് ചരിത്രം. രാജഭടന്മാർക്ക് ആയുധ പരിശീലനവും ഇവിടെ തന്നെ നടന്നിരുന്നു. അതിനാലാണ് ഓച്ചിറ പടനിലം എന്ന പേര് ലഭിച്ചത്. കൊല്ലം ജില്ലയുടെ വടക്കേ അതിർത്തിയിലും ആലപ്പുഴ ജില്ലയുടെ തെക്കേ അതിർത്തിയും പങ്കിടുന്നു ഭൂമിശാസ്ത്രപരമായി ഓച്ചിറ. കിഴക്കേ ഗോപുരനടയിൽ ഗണപതിയെ വണങ്ങി വരുന്ന ഭക്തരെ കാത്തു നിൽക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയുടെ നന്ദി വാഹനങ്ങളാണ്. ഋഷഭരാജാക്കന്മാരെ തൊട്ടുവണങ്ങി പുരാതനമായ ആൽത്തറകളെ വലം വെച്ച് തൊഴുതു വണങ്ങുന്നു. പിന്നെയുള്ളത് വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഓണ്ടിക്കാവാണ്. ചിരപുരാതനവും ഓച്ചിറയുടെ സമ്പൂർണ്ണ ഐതിഹ്യവും ഇറങ്ങുന്ന ഓണ്ടിക്കാവ് അകവൂർ ചാത്തനോടൊപ്പം ഉണ്ടായിരുന്ന മാടപ്പൂത്ത് മറിഞ്ഞ കാവാണെന്ന് ആധ്യാത്മിക പണ്ഡിതന്മാരും സന്യാസി വര്യന്മാരും ചരിത്രകാരന്മാരും ഒരേപോലെ സാക്ഷ്യപ്പെടുത്തുന്നു. 3 ആൽത്തറകളും ഉണ്ടിക്കാവ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇടവും അടങ്ങുന്നതാണ് ഓച്ചിറയുടെ ഒരു നമ്മൾ പറയുന്ന ഒരു ആരാധനാ സമ്പ്രദായത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ആൽത്തറ എന്ന് പറയുന്നത് വേദ പ്രാമാണികമായിട്ട് നമ്മൾ സാധാരണ ഓങ്കാരമൂർത്തി എന്ന് പറയാറുണ്ട്. ആ ഓങ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ആ ഓങ്കാരത്തിൻ്റെ അക്ഷരമാത്രകളായിരിക്കുന്ന അകാര എന്ന് പറയുന്ന അവസ്ഥ, അകാര മാത്രയെ ആദ്യത്തെ ആൽത്തറയും അതേപോലെ ഉകാര മാത്രയെ രണ്ടാമത്തെ ആൽത്തറയും അതേപോലെ തന്നെ മകാര മാത്രയെ അല്ലെങ്കിൽ ഒരു പരാശക്തി സ്ഥാനം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് 3ാമത്തെ ആൽത്തറയും നമുക്ക് കാണാം. അങ്ങനെയാണ് അതിൻ്റെ സങ്കല്പം. അത് കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മൾ വലം വെച്ച് അതിൻ്റെ അവസാനമായി ചെന്ന് ആരാധന നടത്തുന്ന ഇടമാണ് ഉണ്ടിക്കാവ്. ആ ഉണ്ടിക്കാവ് എന്ന് പറയുന്നത് ഉണ്ടിക്കാവിൽ എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്. ആ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ അക്ഷരമാത്രകൾ അകാരം ഉകാരം മകാരം എന്ന് പറയുന്ന 3 അക്ഷരമാത്രകൾ കഴിഞ്ഞാൽ ആ എന്ന് പറയുന്ന വിലയസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന 4ാമത്തെ ഇടമാണ് ശരിക്കും ഉണ്ടിക്കാവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ അന്വേഷണം നേതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ പരമമായിരിക്കുന്ന ആ പരബ്രഹ്മ സത്യത്തെ സാക്ഷാത്കരിക്കുന്ന ഇടമാണ് ഉണ്ടിക്കാവ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഒരു ശൈവ സമ്പ്രദായമല്ല വരുന്നത്, മറിച്ച് ആ പരബ്രഹ്മം എന്ന് പറയുന്ന 33 കോടി ദേവതകളുടെയും എല്ലാം അടങ്ങുന്ന ആ പരബ്രഹ്മം എന്ന് പറയുന്ന നിരാകാര നിർഗുണ ബ്രഹ്മത്തെയാണ് നമ്മളവിടെ സാക്ഷാത്കരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ ആൽത്തറ ആ വേദപ്രാമാണികമായിട്ട് പറയുമ്പോൾ നമ്മൾ അത് വിശ്വത്തെ സൂചിപ്പിക്കുന്നു. 2ാമത്തെ ആൽത്തറ തൈജസ്സിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ 3ാമത്തെ ആൽത്തറ പ്രാജ്ഞനെ സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ ഒണ്ടിക്കാവെന്ന് പറയുന്ന ആ പരമസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും തുരീയമെന്ന് പറയുന്ന ആ പരമാവസ്ഥയെ ആ വേദപ്രമാണമനുസരിച്ച് അങ്ങനെയാണ് അതിനെ നമ്മൾ സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ഈ മറ്റ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിലുപരിയായിട്ട് ഏതെങ്കിലും തന്ത്രമോ പ്രതിഷ്ഠയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാവിധികളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരിടം എന്ന നിലയിൽ ഇവിടെ ഒരു പ്രകൃതി ആരാധനയാണ് ഓച്ചിറയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്.